നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതേ ഇങ്ങനെ കുഴമ്പ് തേച്ച ശരിയാവുമെന്ന് എനിക്ക് തോന്നണില്ല. നാളെ നമുക്കൊരു അലോപ്പതി ഡോക്ടറെ കാണാൻ പോവാം. എന്നിട്ട് വേണം അവര് 100 കൂട്ടം ടെസ്റ്റ് നടത്തി ഇല്ലാത്ത അസുഖം ഉണ്ടെന്ന് പറയാൻ. നിനക്ക് ഒഴിഞ്ഞു തരുന്നതിന് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറ. എന്ത് പറഞ്ഞാലും അവസാനം എന്നെ കുറ്റം പറഞ്ഞാ മതി. അമ്മേ, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ ഈ വേദന മാറുള്ളൂ. വേദന മാറും, വേദന മാറും. പകരം വേറെ വല്ല അസുഖം കൂടെ വരും. എന്ത് പറഞ്ഞാലും തർക്കുത്തരേ പറഞ്ഞോളൂ. വേദന വെച്ചോണ്ട് നടന്നോ, എനിക്കെന്താ? ആരാന്ന് നോക്കമ്മേ, എന്റെ കയ്യിൽ കുഴമ്പല്ലേ. ഗിരിയാടാ. ആ സ്പീക്കറിലിട്ടെ. പറയടാ. ഞാൻ ബാറിൽ വെച്ച് അടിയുണ്ടാക്കിയ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ബെസ്റ്റ്. നീ ഡെയിലി ബാറിൽ അടി ഉണ്ടാക്കാറില്ലേ? ഇതിൽ ഏത് ദിവസവും നീ പറയുന്നെന്ന് ഞാൻ അങ്ങനെ അറിയാനാ? എടാ, തല്ലിനിടയിൽ എന്റെ കാലൊന്നും ഉളുക്കിയില്ലേ? നമ്മുടെ മറ്റേ വറീതേട്ടനതല്ലേ? അത് ഓർമ്മയുണ്ട്. അല്ല, അവരെല്ലാം കേസായിട്ട് വന്നോ? പേടിക്കണ്ട കേട്ടോ, അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. കേസ് വന്നാ നിന്നെ എന്തിനാടാ വിളിക്കുന്നേ? അതിനിവിടെ നാട്ടിൽ വിവരമുള്ള വേറെ എത്രയോ വക്കീലന്മാരുണ്ട്. നീ എന്നെ കളിയാക്കാനുള്ളൂ രാത്രി വിളിച്ചത്? അല്ലടാ, അന്ന് എന്റെ കാൽ ഉളിക്കിയപ്പോഴേ നീ എനിക്കൊരു കുഴമ്പ് തന്നില്ലേ? അത് അടിപൊളിയായിരുന്നു. അത് തേച്ച അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും കാലൊക്കെ. എടാ, ആ കുഴമ്പൊന്ന് കിട്ടുമോ? അർജന്റാ. സാധനം കയ്യിലുണ്ട്. അല്ല, എന്താ പ്രശ്നം? അത് പിന്നെ നീ വീഴുവല്ലോ ചെയ്തോ? വീണു. കാലിന് നല്ല വേദന. കുഴമ്പൊന്ന് വേഗം കൊണ്ടുപോടാ. ശരി ശരി, ഞാൻ ദേ വരുന്നു. കണ്ടോടാ, ആയുർവേദത്തിന്റെ കുറ്റം പറഞ്ഞ നാക്ക് വായിലേക്ക് ഇട്ടില്ല. അതിനു മുമ്പ് അതിന്റെ ശക്തി മനസ്സിലായില്ലേ? മനസ്സിലായി. അവനെ നല്ല വീഴ്ച വീണിട്ടുണ്ടാവും. അല്ലെങ്കിലേ അവനങ്ങനെ സഹായം ചോദിക്കില്ല. വേദന കടിച്ചു പിടിച്ചിരിക്കുള്ളവൻ. സ്വന്തം വേദനയാണെങ്കിൽ ഗിരി സഹിക്കും. പക്ഷെ വേണ്ടപ്പെട്ടവർക്ക് വേദനിച്ച അതവൻ സഹിക്കില്ല. രാവിലെ മഞ്ജു വീണ് കാലുളക്കിന്ന് പറഞ്ഞില്ലേ? ഇത് അവക്കുള്ളതാ. പിന്നെ അവളുടെ കാലുളിക്കപ്പോഴേ ഗിരി സന്തോഷിച്ചാണോ? എടാ, നീ അവന്റെ ഇത്രയും അടുത്ത കൂട്ടുകാരനായിട്ടും അവനെ ശരിക്കും മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞോ? എടാ, അവന് സ്നേഹം കാണിക്കാൻ അറിയില്ലെന്നേ ഉള്ളൂ, മനസ്സിലുണ്ട്. അതൊക്കെ എനിക്കും അറിയാം. പക്ഷേ മഞ്ജുവിന് കുഴമ്പ് വാങ്ങിച്ചു കൊടുക്കാനുള്ള സ്നേഹം മാത്രമൊന്നും ഗിരിക്ക് തോന്നിക്കാണില്ല. നമുക്ക് നോക്കാടാ. നീ വേഗം ഡ്രസ് മാറി കുഴമ്പ് എത്തിക്കാൻ നോക്ക്. ചെല്ലേ. ഗിരി, നീ എവിടെ പോവാ? അമ്മ, ഞാൻ മുകുന്ദ, നീ എന്താ ഈ സമയത്ത്? ഞാനേ കുഴമ്പ് കൊണ്ടുവരാനായിട്ട്. അതെ, ഇവൻ എന്റെ കയ്യിൽ നിന്ന് കുഴമ്പ് വാങ്ങാൻ വന്നതാ. ആർക്കാടെ കുഴമ്പ്? ഗൗരി അമ്മയ്ക്ക്. ആ മുറിയിലുണ്ട്. നീ വാ, ഞാൻ എടുത്തുതരാം.
നടക്കണം അങ്ങോട്ട്. അമ്മേ, എനിക്കൊരു സംശയം. എന്താ? ഏട്ട മുകുന്ദനോട് പറഞ്ഞ് കുഴമ്പ് വരുത്തിച്ചതാണെങ്കിലോ? എന്തിന്? മഞ്ജുവിന് വേണ്ടി. അവളുടെ കാലുളുക്കിയതല്ലേ? ഒന്ന് പോടി, അവള് വെറുതെ അഭിനയിക്കല്ലേ. എന്തായാലും എന്റെ മോൻ അവൾക്ക് കുഴമ്പ് വാങ്ങിച്ചു കൊടുത്തു നീ ചിന്തിച്ചല്ലോ. എടാ എവിടെ സാധനം എവിടെ? അമ്മടിന്ന് കുറച്ച് എടുത്തോണ്ട് വന്നാ. നിന്റെ കാലിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലേ? എന്താ നിന്റെ ഉദ്ദേശം? എന്തിനാ നീ അമ്മേനോട് കള്ളം പറഞ്ഞ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. തൽക്കാലം നീ പോ. ഗിരി, എന്താ രണ്ടുപേരും കൂടി രഹസ്യം പറച്ചില്? ഏയ് ഒന്നുമില്ലമ്മേ, ഞങ്ങള് ബാറിന്റെ കണക്കിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയായിരുന്നു. എന്നാ പിന്നെ നീ വേഗം ചെല്ലും മൂന്താ. ഗൗരമ്മയ്ക്ക് നല്ല വേദന എടുക്കുന്നുണ്ടാവും. കുഴമ്പ് കിട്ടിയില്ലേ? കിട്ടി പോകുന്നുണ്ട്. എന്നാ പോയിക്കോട്ടെ. നീ കേറുന്നില്ലേ? അമ്മ കിടന്നോ, ഞാൻ വന്നോളാം. വിളിച്ചുണർത്തി കുഴമ്പ് കൊടുത്താലോ? ഇപ്പൊ എങ്ങനെയാ പോയി വിളിക്കുന്നത്? അത് മോശമല്ലേ? അന്ന് വേണ്ട. മഞ്ജു, കുഴമ്പ്. അയ്യേ, അതൊന്നും ശരിയാവില്ല. ഇന്നാ ഇവിടെ വച്ചേക്കാം. പാവം, നല്ല വേദന ഉണ്ടായിരിക്കും.